മോൻ വർഗീസ് രണ്ട് കാര്യം. ഒന്ന് ഈ പറയുന്ന രീതിയിൽ നാല് അമേരിക്കൻ സൈനികർ എന്ന് പറഞ്ഞു, ഇപ്പോൾ 6 ആയി. അതല്ല 40 അമേരിക്കൻ സൈനികർ ജീവൻ പോയിട്ടുണ്ടെന്ന് IRGC പറയുന്നു. ഒരൊറ്റ സൈനികനാണെങ്കിൽ കൂടിയും ഒരു ബോഡി ബാഗ് അങ്ങോട്ടേക്ക് വരുന്നതിനെ വൈകാരികമായി കാണുന്നവരാണ് അമേരിക്കക്കാർ. കരയുദ്ധത്തിനിറങ്ങിയാൽ വിയറ്റ്നാമിൽ കണ്ടമട്ടിൽ കൂടുതൽ അമേരിക്കൻ സൈനികരുടെ ശവങ്ങൾ അമേരിക്കയ്ക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് ഒരു കരയുദ്ധം എന്നത് വാചകമടിക്കപ്പുറം എന്തെങ്കിലുമാണോ? രണ്ടാമത്തെ ചോദ്യം, സാർ, ഇന്ന് ജന്തർ മന്ദറിൽ, നമ്മൾ ഇവിടുത്തെ കാര്യമാണ്, ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധം ഉണ്ടായി. ഇടതു പാർട്ടികൾ CPM, ML എന്ന അടക്കമുള്ള ഒരു പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധം റോഡിൽ ചോക്കുകൊണ്ട് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും മോദിയുടെയും ചിത്രം ഒരുപോലെ വരച്ചു. സംഘനുകൂലികൾ അവിടെ വന്ന് പറഞ്ഞു, ഈ പറയുന്ന രീതിയിൽ ഇവിടെ മോദിയുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല, മായ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സംഘനുകൂലികൾക്ക് വളരെ നന്നായി അറിയാം ഈ കുഞ്ഞുങ്ങളുടെ ചോര പുരണ്ട നേതാക്കളുടെ കൂടെ ഇരിക്കേണ്ട ആളല്ല നമ്മുടെ പ്രധാനമന്ത്രി. ആ ഒരു ക്ലാരിറ്റി രാഷ്ട്രീയമായി നമ്മുടെ രാജ്യത്തിന് ഇല്ലാതെ പോകുന്നുണ്ടോ ശ്രീ കേണൽ സ്റ്റിന്നി? ഇല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു എന്താ പറയാ, എന്റെ അടുത്താണല്ലേ ചോദ്യം? അതെ 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 ഹലോ, അതെ അതെ അതിനകത്തൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നോക്കൂ, നമ്മളിവിടെ ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, നമ്മൾ ആരെയും ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്മളിവിടെ അനാലിസിസ് ചെയ്യുന്നത് ഒരു പ്യുവർ കോൾഡ് ബ്ലഡഡ് അനാലിസിസ് എന്ന് പറയുന്നതല്ല, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് മാത്രമാണ്. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചും നമ്മുടെ രാഷ്ട്ര താല്പര്യം തന്നെയാണ് നമുക്ക് വലുത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇന്ന് വരെ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരൊറ്റ ഐഡിയോളജിയേ ഉള്ളൂ, രാഷ്ട്ര താല്പര്യങ്ങൾ മാത്രം. അപ്പൊ അതുകൊണ്ടാണ് നോക്കൂ, ഈ ഒരു വിഷയത്തിൽ തന്നെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഖമേനിയുടെ ഈ ഒരു അസാസിനേഷൻ എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞില്ല എന്ന്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഈ തള്ളിപ്പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഈ GCC കൺട്രീസിലെ ഏതെങ്കിലും ഒരു രാജ്യം തള്ളിപ്പറഞ്ഞോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അതിനോട് ബെനിഫിറ്റ് ഉണ്ടോ? അതുമാത്രമല്ല, ഇപ്പൊ പറയുമ്പോൾ നമ്മൾ എല്ലാ വശവും പറയണം. ഈ ഇറാന്റെ ഖമേനി, മരിച്ചുപോയ ഖമേനി, അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിന് എതിരായിട്ട് ഇറാനിൽ തന്നെ എത്രമാത്രം പ്രതിഷേധം നടന്നിട്ടുണ്ട്, എത്രമാത്രം ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട്, എത്രമാത്രം ആളുകളെ വധിച്ചിട്ടുണ്ട്, സ്ത്രീകളിൽ എത്രമാത്രം പ്രതിഷേധം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് എന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അവിടെ നിൽക്കുമ്പം ഇറാന്റെ ഉള്ളിൽ തന്നെ എത്ര പേര് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒന്ന് എന്താ പറഞ്ഞ ഇങ്ങനെ ഒരു ഞാൻ പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് എത്ര ശതമാനം ആളുകളുടെ വോട്ട് കൊണ്ടാണ്? 50-50 പോലും അല്ല എന്ന് കരുതി അദ്ദേഹം നമ്മുടെ രാജ്യത്ത് പിന്തുണയില്ലാത്ത നേതാവെന്ന് പറയാൻ പറ്റും? അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവിടെ കർഷക പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ എന്ന് പറയുന്ന മട്ടിൽ ഓരോ രാജ്യത്തും അതിൻ്റെതായ ഇന്നേറ്റായുള്ള പ്രശ്നമുണ്ടാകും, അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, അതിനകത്ത് അടിയുണ്ടാകും, ചിലപ്പോൾ ആൾക്കാരെ കൊല്ലും എന്നൊക്കെ. അത് രാജ്യത്തിനകത്തെ പ്രശ്നം, നമ്മളെ ന്യായീകരിക്കുന്നതല്ല. അത് ഉപാധിയാക്കി ഒരു രാജ്യത്ത് കടന്നു കയറി അതിന്റെ നേതാവിനെ കൊല്ലുക, ഫിനിഷ് ഓഫ് ചെയ്യുക എന്നതെങ്ങനെയാണ് ശരിയാവുക? അത് നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ലല്ലോ, നമ്മൾ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ പറയുന്നത് വെച്ചാൽ അതിനകത്ത് പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനാധിപത്യ രാജ്യം ഏത് രാജ്യമായാലും ശരി, അവിടെ ഏതെങ്കിലും ഒരു പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനെ അപലപിക്കാറുണ്ട്. പക്ഷെ ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമല്ല. അതാണ് എന്റെ പ്രശ്നം. ഇപ്പം ഇതുപോലെ തന്നെ നോക്കൂ, ഇപ്പൊ വെനസ്വേലയിൽ ആ പ്രസിഡന്റിനെ പിടിച്ചോണ്ട് പോയി, അന്ന് നമ്മൾ അപലപിച്ചോ? ഈ കോൺഗ്രസിന്റെയും മറ്റു ആളുകൾ അന്ന് പറഞ്ഞായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല എന്ന്? അന്ന് അവരൊന്നും മിണ്ടിയില്ലല്ലോ. ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേക താല്പര്യം? അതാണ് പറഞ്ഞ അവരുടെ രാഷ്ട്രീയമാണ്. അവരുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. അവർക്ക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ആ ഒരു രാഷ്ട്രീയത്തിലാണ് അവർ നിൽക്കുന്നത്. നമ്മൾ നോക്കുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ല, നമ്മൾ നോക്കുന്നത് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാഷ്ട്രീയ താല്പര്യം എവിടെയാണ്. ഇപ്പൊ നോക്ക്, എന്തുകൊണ്ട് നമ്മൾ ഇന്ന് UAE-യുടെ അവിടുത്തെ പ്രസിഡന്റായിട്ട് നമ്മൾ സംസാരിച്ചു, ജോർഡൻ, ബഹ്റൈൻ, സൗദി എല്ലാവരോടും സംസാരിച്ചു, നമ്മൾ അവരുടെ സപ്പോർട്ട് കൊടുത്തു. എന്തുകൊണ്ടാണ്? അവിടെ വ്യക്തമായിട്ട് ഈ രാജ്യങ്ങൾക്ക് ചെയ്തത് ശരിയല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം യുദ്ധം നടക്കുന്നത് ഇറാനും ഇസ്രായേലും US ഇസ്രായേൽ ഒരു പക്ഷവും ഇറാൻ മറ്റൊരു പക്ഷമാണ്. അവർ തമ്മിലുള്ള അടിയാണെങ്കിൽ നേരെ ഒരു പ്രശ്നമില്ല. നേരത്തെ എനിക്ക് തോന്നുന്നു ശ്രീ ഹാഷ്മിയാനോ ആരോ ഒരാൾ പറഞ്ഞു, ആർമി സൈനികർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ US ബേസിൽ അടിച്ചു അല്ലെങ്കിൽ ഇസ്രായേൽ ബേസിൽ അടിച്ചു ഇറാൻ, എന്താ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ചെയ്യുന്നത്, ഇറാൻ ചെയ്തതെന്ന് വെച്ചാൽ സാധാരണക്കാർ, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മലയാളികളും ഭാരതീയർ ഉൾപ്പെടെ ആളുകളുടെ ആ ഏരിയയിലാണ് അടിക്കുന്നത്. അതൊരു സ്ട്രാറ്റജിയാണ് അവരുടെ. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വരുന്ന നഷ്ടങ്ങളാണ്, സാധാരണക്കാര ആളുകൾക്കാണ് നഷ്ടം വരുന്നത്. അതിപ്പം നമ്മൾ അവരെ കൂടെ തന്നെ നിൽക്കണം. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ PJ വിൻസെന്റ് സാർ പറഞ്ഞ പോലെ യുദ്ധം നടക്കുമ്പം അതിനകത്ത് സത്യം എത്രയാണോ അസത്യം എത്രയാണോ നമുക്കറിയില്ല. ഇപ്പൊ ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന് സത്യത്തിൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ അനാലിസിസ് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നാൽ മാത്രമേ, പ്രത്യേകിച്ച് ഇറാനിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമേ ഇത് അപലപിച്ചാൽ മാത്രമേ നമ്മളത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയായിട്ടുള്ള രീതിയാണ്. ഇപ്പൊ നോക്കൂ, ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോ റഷ്യയുടെ കാര്യത്തിൽ
ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു നിർത്താം ശ്രീ ഹാഷ്മി. നോക്കൂ, റഷ്യയുടെ യുദ്ധം നടന്ന സമയത്ത്, റഷ്യയും യുക്രൈൻ തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു നമ്മൾ റഷ്യയെ അപലപിക്കണം. എങ്ങനെയാണ് റഷ്യ ഒരു വേറൊരു രാജ്യത്തിൽ കയറി ആക്രമിക്കുക? നമ്മൾ ചെയ്തോ? ഇല്ല. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ തന്നെ വാങ്ങിച്ചു. അപ്പൊ അതുകൊണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മളെ കയ്യിൽ ഈ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ഈ US-ന്റെ ആളുകൾ പറഞ്ഞു നമ്മളെ കയ്യിലും ബ്ലഡ് ഓൺ ഹാൻഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ നോക്കി, നമ്മുടെ ആളുകൾക്ക് ഇവിടെ ജീവിതം ബെറ്റർ ആവുന്നുണ്ടോ, നമുക്കതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ നമ്മൾ ഈ മൊറാലിറ്റി അല്ലെങ്കിൽ ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള ഐഡിയയിൽ പോകേണ്ട ആവശ്യമില്ല. ഭാരതത്തിന് താല്പര്യം എന്താണോ അതിൽ കൂടെ നിൽക്കും. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ പോയി അനാവശ്യമായിട്ട് തല വെച്ച് കൊടുത്തിട്ട് നമ്മളെ ഉള്ള ഇതും കൂടെ കളയേണ്ട യാതൊരു കാര്യമില്ലെന്നാണ് നമ്മുടെ ഒരു ഈ ഭാരത. പക്ഷേ ഇറാനിലും ഒരു കൈൻഡ് ഓഫ് ജനാധിപത്യം ഉണ്ട്. അവിടെ പെസഷ്കിയാൻ തെരഞ്ഞെടുപ്പിലൂടെ വന്ന ആളാണ്, 53.3% വോട്ട് വാങ്ങിയ ആളാണ്. എതിരാളി മിസ്റ്റർ ജലീലി 44.3% വോട്ട് നേടിയത്. റൈസിയുടെ മറ്റേ വിമാനാപകടത്തിന് തുടർച്ചയിലായിരുന്നു ഇലക്ഷൻ. പോട്ടെ, നമ്മുടെ ചർച്ചാ വിഷയമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.